ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മുത്തശ്ശിയും മാളും അതുപോലെ ഗംഗയും ആണെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹി എവിടെ പോയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മാളു പറയുന്നുണ്ട്, ഗംഗയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മഹിയോട് പറഞ്ഞാൽ പോരെ, വാങ്ങിക്കൊണ്ട് വരുമല്ലോ എന്നൊക്കെ. ഗംഗ പറയാണ്, എനിക്കൊന്നും വേണ്ടല്ലോ എന്ന്. മുത്തശ്ശി അപ്പോൾ പറയാണ്, ഗംഗയ്ക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോലും അവൾ ആരോടും പറയില്ല എന്നൊക്കെ പറയാണ്. മാളുവാണെങ്കിൽ ഒരമ്മ കുട്ടിയെ കളിപ്പിക്കുന്നത് കണ്ട് വെളിയിൽ നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ അവിടേക്ക് ഗൗരിയുടെ ബ്രദർ ഗോകുല് വരുന്നു. ഗൗരിയുടെ ആത്മാവാണെങ്കിലും ഗോകുലിനെ കാണുന്നുണ്ട്. ഗോകുലേട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ വിചാരിക്കുകയാണ്. ഗോകുലാണെങ്കിൽ പെട്ടെന്ന് മാളുവിനെ കൂട്ടിയിട്ട് പോവുകയാണ്. മാളു ആണെങ്കിൽ എന്നെ വിടാനെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ഗൗരിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗൗരി വിചാരിക്കുകയാണ്, എന്റെ ഏട്ടനെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ ഏട്ടൻ അത് സഹിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. ഗൗരിയാണെങ്കിൽ ഉടനെ തന്നെ പോയിട്ട് ഗംഗയെ വിളിക്കുകയാണ്. ഗംഗയുടെ കൈ പിടിച്ചു വലിക്കുന്നു. ഗംഗ അപ്പോൾ പുറത്തേക്ക് വരുന്നു. ഗംഗ പുറത്തേക്ക് വരുമ്പോൾ ഗോകുലാണെങ്കിൽ കുഞ്ഞുമായിട്ട് പോകുന്നത് കാണുന്നു. ഗംഗയാണെങ്കിൽ ഓടിപ്പോയി തടയുകയാണ്. ഗൗരി ഗോകുലിനെ പിടിച്ചു വെക്കുന്നുണ്ട്. ആ സമയത്ത് ഗംഗയാണെങ്കിൽ മാളുവിനെയും കൊണ്ട് തിരിച്ചു പോകുന്നു. ഗോകുലാണെങ്കിൽ ഗംഗയുടെ പുറകെ വീണ്ടും ചെല്ലുന്നു. ആ സമയത്ത് ഗൗരി ഇടപെടുന്നു. ഗൗരി ഗോകുലിനെ ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഗോകുലിനാണെങ്കിൽ വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുന്നു. ആ സമയം കൊണ്ട് മാളുവിനെയും കൊണ്ട് ഗംഗയാണെങ്കിൽ റൂമിൽ പോയിട്ട് കഥ കടയ്ക്കുന്നു. അതിനുശേഷം മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം പറയാണ്. മഹിയാണെങ്കിൽ പുറത്തുനിന്ന് ഫ്രൂട്ട്സുമായിട്ട് വരുന്നു. ആ സമയത്താണെങ്കിൽ ഹൈമാവതി ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ് കൊണ്ടുവന്നത്? ശ്രേയ ബോധമില്ലാതെ കിടക്കുകയല്ലല്ലോ, അവൾ ഇതൊന്നും കഴിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഇത് ശ്രേയക്കുള്ളതല്ല, ഗംഗയ്ക്കുള്ളതാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. ഹൈമാവതി ആണെങ്കിൽ മഹിയുടെ അമ്മയോട് പരാതി പറയുന്നു. ശ്രേയാണെങ്കിൽ വയ്യാതെ കിടക്കുമ്പോൾ പോലും ശ്രേയയുടെ അടുത്തല്ല മഹി ഇരിക്കുന്നത്, ഗംഗയുടെ കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് മഹിയുടെ അമ്മ പറയാണ്, മാളുവിനെ രക്ഷിച്ചത് കൊണ്ട് ഗംഗയോടുള്ള കരുതൽ മാത്രമാണ് അതൊക്കെ എന്ന്. രേഷ്മ അപ്പോൾ പറയുന്നുണ്ട്, ശ്രേയയുടെ അടുത്ത് നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, ഗംഗയുടെ അടുത്ത് ആരുമില്ലല്ലോ, അതുകൊണ്ടൊക്കെയാണെന്നൊക്കെ പറയാണ്. മഹിയാണെങ്കിൽ ആപ്പിളുമായിട്ട് ഗംഗയുടെ അടുത്ത് ചെല്ലുന്നു. ഗംഗയാണെങ്കിൽ ആപ്പിളൊന്നും വേണ്ട എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആപ്പിൾ ആണെങ്കിൽ കഴുകി കട്ട് ചെയ്തിട്ട് വാ, ഞാൻ തന്നെ ഗംഗയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നു. മഹി നിർബന്ധിച്ച് ആപ്പിൾ ആണെങ്കിൽ ഗംഗയ്ക്ക് കൊടുക്കുകയാണ്. അതേസമയം മാളു ആണെങ്കിൽ ഇന്നൊരു സംഭവം ഉണ്ടായെന്നൊക്കെ പറയുന്നു. മഹി എന്താണെന്ന് ചോദിക്കുകയാണ്. ഗംഗ അപ്പോൾ പറയാണ്, ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കാര്യമാണ് മാളു പറഞ്ഞതെന്ന്. മാളു ആണെങ്കിൽ ഗോകുലിന്റെ കാര്യമാണ് പറയാൻ വന്നത്. പക്ഷെ ഗംഗ അത് പറയാൻ സമ്മതിക്കുന്നില്ല. അതേസമയം ഐസിയുലാണെങ്കിൽ ശ്രേയ കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറക്കുമ്പോൾ വിചാരിക്കുകയാണ്, എനിക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ വിവാഹമൊക്കെ നടന്നില്ലേ, എന്റെ കഴുത്തിൽ താലിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. നേഴ്സ് ആണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ വിളിക്കുന്നു. ഡോക്ടർ ആണെങ്കിൽ വന്ന് ശ്രേയെ പരിശോധിക്കുന്നു. അതിനുശേഷം എല്ലാവരോടും ശ്രേയെ കണ്ടോളാൻ പറയുന്നു. ഡോക്ടർ പറയാണ്, ശ്രേയ തിരിച്ചു വന്നത് അത്ഭുതം തന്നെയാണ്, കോമ സ്റ്റേജിലൊക്കെ പോകുമെന്നാണ് കരുതിയതെന്നൊക്കെ പറയാണ്. ഹൈമാവതിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. ഹൈമാവതി മകളോട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേടിച്ചു പോയെന്നൊക്കെ. ശ്രേയ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്റെ താലി എവിടെയെന്ന്. ആ സമയത്താണെങ്കിൽ രേഷ്മയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, വിവാഹം നടന്നില്ല എന്ന്. മഹിയുടെ അമ്മയാണെങ്കിൽ കല്യാണ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു. വിവാഹം നടന്നില്ല എന്നറിയുമ്പോൾ ശ്രേയയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു. ശ്രേയ ഒരുപാട് കരയുന്നു. ശ്രേയ പറയാണ്, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ് എന്റെ വിവാഹം എന്നൊക്കെ. ശ്രേയ അപ്പോൾ ചോദിക്കുകയാണ്, മഹിയേട്ടൻ എവിടെയെന്ന്. ഹൈമാവതി അപ്പോൾ പറയാണ്, ആ വേലക്കാരി പെണ്ണിന്റെ കൂടെയാണ് ഫുൾ ടൈം എന്ന്. മഹിയുടെ അമ്മ അപ്പോൾ പറയാണ്, മാളുവിനെ തീയിൽ നിന്നും രക്ഷിച്ചത് കൊണ്ടാണ് മഹി അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയാണ്. രേഷ്മ പറയുന്നുണ്ട്, ഗംഗയിൽ നിന്നും മഹിയേട്ടനെ അകറ്റാൻ കുറച്ചെല്ലാവരും ബുദ്ധിമുട്ടുമെന്ന്. അത് കേൾക്കുമ്പോൾ മഹിയുടെ അമ്മയാണെങ്കിൽ രേഷ്മയെ വഴക്ക് പറയുകയാണ്, ശ്രേയയെ ടെൻഷൻ ആക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രേയ പറയുന്നുണ്ട്, മഹിയേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ. ഹൈമാവതി പറയുന്നുണ്ട്, ശ്രേയ മഹി വിവാഹം കഴിച്ചാലും ആ വേലക്കാരിയുടെ പുറകെ പോകുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ടെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ മഹിയുടെ അമ്മ പറയണം, മഹി എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ, ഞാൻ പറയുന്നത് പോലെ അവൻ നടക്കത്തുള്ളൂ. ശ്രേയയുടെ പ്രോബ്ലംസ് എല്ലാം മാറിയ ഉടനെ തന്നെ രണ്ടുപേരും വിവാഹം ഞാൻ നടത്തുമെന്ന് പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്